6ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ. 6 പ്രവർത്തനങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളത്. അതിലൊന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതാണ്. അതിനുശേഷമുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നഖറ ഉൽ മുദക്കിറത്ത, നമുക്ക് കുറിപ്പ് വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മറത്തൻ, ഒരിക്കൽ, വസലത്ത് ഇമ്രഅത്തുൻ, ഒരു സ്ത്രീ എത്തി, മിൻ മിസ്ർ, ഈജിപ്തിൽ നിന്നും, ഇലാ ഖസ്രി ഖലീഫത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കൊട്ടാരത്തിലേക്കെത്തി. ഹുവ യുലഖബു ബി ഉമറസാനി, അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടിരിക്കുന്നു ബി ഉമറസാനി, 2ാം ഉമർ എന്ന്. റഅത്ത്, ആ ഈജിപ്തിൽ നിന്നും വന്ന സ്ത്രീ കണ്ടു, ഫതാതൻ, ഒരു യുവതിയെ, തജ്ലിസു അല ബിസാത്തുൻ മുറഖഇൻ, ഒരു കഷ്ണം വച്ച് വിരിപ്പിൽ ഇരിക്കുന്നത് കണ്ടു. അലിമത് അന്നൽ മർഅത്ത അൽ ജാലിസത്ത ഹിയ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക്, അവർ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അന്നൽ മർഅത്ത് അൽ ജാലിസത്ത, ആ ഇരിക്കുന്ന സ്ത്രീ, ഹിയ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ആണെന്ന് മനസ്സിലാക്കി. സൗജത്തുൽ ഖലീഫ, ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ് ആയിരിക്കുന്നത് എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കി. സഅലത്തുൽ മർഅത്തു അനിൽ ഖലീഫ, ഇവർ ഖലീഫയെക്കുറിച്ച് ചോദിച്ചു. ഫ അഷാറത്ത് ഫാത്തിമ, അപ്പോൾ ഫാത്തിമ ചൂണ്ടിക്കാണിച്ചു, അഷാറത്ത് ചൂണ്ടിക്കാണിച്ചു, ഇലാ റജുലിൻ യുസ്ലിഹുൽ ജിദാറ, ചുവര് നന്നാക്കുന്ന ഒരു ആളെ ചൂണ്ടിക്കാണിച്ചു. ആ വീട്ടിൽ ചുവര് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചു. ദഹിഷത്തിൽ മർഅത്തു, ആ സ്ത്രീ അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു, അമ്പരന്നു. വക്കാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അഹാദ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇതാണോ അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഒരു അത്ഭുതത്തോടെ ചോദിച്ചു. ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാം. മിൻ ഐന തജി ഉൽ മർഅത്തു, എവിടെ നിന്നാണ് ആ സ്ത്രീ വരുന്നത്? മിനൽ ഖസ്രി, കൊട്ടാരത്തിൽ നിന്ന്. മിൻ മിസ്ര, ഈജിപ്തിൽ നിന്ന്. മിനൽ മദീന, പട്ടണത്തിൽ നിന്ന് അല്ലെങ്കിൽ മദീനയിൽ നിന്ന്. മിൻ മിസ്ര ആണ് ശരി. ഇനി ബിമ ലൊക്കിബ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന് എന്താണ് സ്ഥാനപ്പേര് കിട്ടിയത്? ലൊക്കിബ, സ്ഥാനപ്പേര് നൽകപ്പെട്ടു. അൽ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ സാനി, ഉമർ സാനിയാണ് ശരിയായ ഉത്തരം. മൻ ഹിയൽ മർഅത്തുൽ ജാലിസ, ആരായിരുന്നു ആ ഇരിക്കുന്ന സ്ത്രീ? സൗജത്തുൽ ഖലീഫത്തി, ഖലീഫയുടെ ഭാര്യ. ഖാദിമത്തുൽ ഖലീഫത്തി, ഖലീഫയുടെ ഭൃത്യ. ഉഖ്തുൽ ഖലീഫത്തി, ഖലീഫയുടെ സഹോദരി. ശരിയായ ഉത്തരം ഹംസയാണ്. സൗജത്തുൽ ഖലീഫ, ഖലീഫയുടെ ഭാര്യയായിരുന്നു അവിടെ ഇരുന്നത്. 4ാമത്തെ ചോദ്യം. ഇലാ മൻ അഷാറത്ത് ഫാത്തിമ, ഫാത്തിമ ആരിലേക്കാണ് ചൂണ്ടിക്കാണിച്ചത്? ഇലൽ മർഅത്തി, സ്ത്രീയിലേക്ക്. ഇലൽ വാലിദി, പിതാവിലേക്ക്. ഇലൽ ഖലീഫത്തി, ഖലീഫയിലേക്ക്. ജീമാണ് ശരി ഉത്തരം, ഖലീഫയാണ് ചൂണ്ടിക്കാണിച്ചത്. സുബ്ഹാനല്ലാഹ്, അഹാദ അമീറുൽ മുഅ്മിനീൻ, ഇതാണോ അമീറുൽ മുഅ്മിനീൻ? മൻ ഖാലത്ത് ഹാദ, ആരാണിത് ചോദിച്ചത്? അൽ ഖലീഫയാണോ, ഫാത്തിമത്താണോ, അൽ മർഅത്താണോ? ഉത്തരം അൽ മർഅത്ത്, അല്ലത്തി ജാഅത്ത് മിൻ മിസ്ർ. ഇനി 2ാമത്തെ ചോദ്യം. നുക്മിലുൽ ജുമല ബിൽ കലിമത്തിൽ മുനാസിബത്തി, അനുയോജ്യമായ കലിമത്ത്, വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് ജുംല, സെൻറ്റൻസുകൾ പൂർത്തിയാക്കാം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. അൽ മിസാൽ, അൽ ലൗനു പ്ലസ് അൽ ഖുറാബ് പ്ലസ് അൽ അസ്വദ്. ലൗന് മീൻസ് നിറം, ഖുറാബ് കാക്ക, അസ്വദ് കറുപ്പ്. ഈ 3 വാക്കുകളും കൂട്ടിച്ചേർത്തപ്പോൾ ലൗനുൽ ഖുറാബി അസ്വദു എന്നായി. ലൗനുൽ ഖുറാബി, കാക്കയുടെ നിറം, അസ്വദു കറുപ്പാണ്. ഇവിടെ ഇലാഫത്ത് ചെയ്യുകയാണ് ചെയ്തത്. ഇലാഫത്ത് ചെയ്തപ്പോൾ അർത്ഥം എന്തായി? കാക്കയുടെ നിറം എന്നായി. ഇലാഫത്ത് ചെയ്തത് ഏതൊക്കെ വാക്കുകളെയാണ്? ലൗനിനെയും ഖുറാബിനെയും ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ലൗനുൽ ഖുറാബി എന്നായി. ഇലാഫത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആദ്യത്തെ വാക്ക് മുലാഫും 2ാമത്തെ വാക്ക് മുലാഫുൻ ഇലൈഹിയുമായി മാറും. മുലാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുലാഫിന് അലിഫ്ലാമോ അവസാനത്തെ അക്ഷരത്തിന് തൻവീനോ ഉണ്ടാവുകയില്ല. അതേപോലെ മുലാഫുൻ ഇലൈഹിയുടെ ഇറാബും ശ്രദ്ധിക്കണം. മുലാഫുൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്. ഒരു വാക്കിൻ്റെ ഇറാബ് ജറാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് കസ്റ് നൽകണം. അതുകൊണ്ട് ഇവിടെ ലൗന് മുലാഫാണ്. മുലാഫായപ്പോൾ അൽ ലൗനു എന്നതിൽ നിന്നുള്ള അലിഫ്ലാം
ഒഴിവായി. അതേപോലെ അൽ ഖുറാബു എന്ന വാക്ക് മുലാഫുൻ ഇലൈഹിയായി. അതുകൊണ്ട് തന്നെ മുലാഫുൻ ഇലൈഹിയുടെ ഇറാബായ ജറിൻ്റെ അടയാളമായ കസറാണ് അവസാനത്തെ അക്ഷരത്തിന് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസുകൾ നോക്കാം. അൽ ഹലീറത്തു തൊഴുത്ത്, അൽ ബക്കറത്തു പശു, കബീറത്തുൻ വലുതാണ്. അത് ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അലിഫ്ലാം നഷ്ടപ്പെടും, ഹലീറത്തു എന്നാകും. ഹലീറത്തുൽ ബക്കറത്തി, ബക്കറത്തിൻ്റെ ഇറാബ് ജറാകും. കാരണം ബക്കറത്ത് ഇപ്പോൾ മുലാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ ഹലീറത്തുൽ ബക്കറത്തി പശുവിൻ്റെ തൊഴുത്ത്, കബീറത്തുൻ വലുതാണ്. അടുത്തത് അൽ മാഉ അൽ ബിറു നഖിയുൻ വെള്ളം, കിണർ ശുദ്ധമായത്. മാ ഉൽ ബിരി കിണറ്റിലെ വെള്ളം, നഖിയുൻ ശുദ്ധമാണ്. അപ്പോൾ മാഇനെയും ബിറിനെയും, മാഇനെ ബിറിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ബിർ മുലാഫുൻ ഇലൈഹിയും മാ മുലാഫുമാണ്. മുലാഫുൻ ഇലൈഹിയുടെ ഇറാബ് ജറായതുകൊണ്ട് ബിറിൻ്റെ അവസാനത്തെ അക്ഷരമായ റാഇന് കസർ നൽകിയിരിക്കുന്നു. ഇനി ഈ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള ബാ, നുക്മിലുൽ ജുമല ബിൽ കലിമത്തിൽ മുനാസിബ, അനുയോജ്യമായ വാക്ക് വെച്ചുകൊണ്ട് ജുംലകൾ പൂർത്തിയാക്കാം. ഒന്നാമത്തെ ജുംല, യാ ജാസിം, ജാസിമെ ഡേഷ് അലൽ മഖാദി, ബെഞ്ചിൻ്റെ മേൽ എന്നാണ് അലൽ മഖാദി. ബെഞ്ചിൻ്റെ മേൽ ഇജ്ലിസി, ഇരിക്കൂ എന്നാണ് പറയേണ്ടത്. ഇജ്ലിസ്, ഇജ്ലിസു, മൂന്നിൻ്റെയും അർത്ഥം ഇരിക്കൂ എന്നാണ്. പക്ഷേ മൂന്നും പറയുന്നത് വ്യത്യസ്തമായ ആളുകളോടാണ്. പെണ്ണിനോട് ഇരിക്കൂ എന്ന് പറയാനാണ് ഇജ്ലിസി എന്ന് ഉപയോഗിക്കുന്നത്. ഒരു ആണിനോട് ഇരിക്കൂ എന്ന് പറയാൻ ഇജ്ലിസ് ഉപയോഗിക്കും. ഇജ്ലിസു, കുറേ ആളുകളോട് നിങ്ങൾ ഇരിക്കൂ എന്ന് പറയാൻ വേണ്ടി ഇജ്ലിസു എന്ന് പറയും. ഇവിടെ ജാസിം ഒരാളായതുകൊണ്ട് ഇജ്ലിസ് എന്നാണ് വെക്കേണ്ടത്. യാ ജാസിം, ജാസിമെ ഇജ്ലിസ് അലൽ മഖദി, ബെഞ്ചിലിരിക്കൂ. അടുത്തത് ഡേഷ് ഫാത്തിമത്തു അത്തുഫാഹത്ത, ഫാത്തിമ ആപ്പിൾ തിന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഇവിടെ അക്കലത്ത് മാത്രമാണ് മുഅന്നസായി വന്നിരിക്കുന്നത്, തിന്നു എന്നുള്ള അർത്ഥം. അതുകൊണ്ട് അക്കലത്ത് ഫാത്തിമത്തു, ഫാത്തിമ തിന്നു അത്തുഫാഹത്ത ആപ്പിൾ. മൂന്നാമത്തത് സാജിദുൻ ദാരിസുൻ, സാജിദ് ഒരു വിദ്യാർത്ഥിയാണ്. ഡേഷ് യസൂറു ജദ്ദഹു കുല്ലയോമിൻ, അവൻ തൻ്റെ ജദ്ദിനെ എല്ലാ ദിവസവും സന്ദർശിക്കും. ഇതാണ് പറയേണ്ടത്. അവൻ എന്നതിൻ്റെ വാക്ക് ഹുവ എന്നാണ്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. അപ്പോൾ ഇവിടെ ഹുവ എന്നത് എടുത്ത് ഇവിടെ എഴുതുക. ഇനി നുഇദ്ദുൽ ഇസ്തിമാറത്ത, അപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കാം. ആയലനൽ മുൻതദൽ അറബി ഫിൽ മദ്രസത്തി, സ്കൂളിലെ അറബിക് ക്ലബ്ബ് അനൗൺസ് ചെയ്തു. ആയലന അനൗൺസ് ചെയ്തു. അൻ മഷ്റൂഇ തൗസീഇൽ കുതുബി, പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്. ബി മുനാസബത്ത് യൗമിൽ ഖിറാഅത്തി, വായനാ ദിനവുമായി ബന്ധപ്പെട്ട്. അറാദത്ത് ഷമീമ തഖ്ദീമ ഇസ്തിമാറത്തി തൊലബി, അപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കാൻ ഷമീമ തീരുമാനിച്ചു. നുസാഇദുഹാ ലിതക്മിലത്തിൽ ഇസ്തിമാറത്തി, ഇസ്തിമാറത്ത് ഫോം പൂരിപ്പിക്കാൻ നമുക്കവളെ സഹായിക്കാം. അൽ ഇസ്മുൽ കാമിൽ മീൻസ് ഫുൾ നെയിം, ഷമീമ എന്ന് ഫുൾ നെയിം ഇവിടെ എഴുതാം. അസ്സഫു ക്ലാസ്, ഏതെങ്കിലും ഒരു ക്ലാസ്, അസാദിസ് എന്നോ അസാബിയ എന്നോ എഴുതാം. അൽ ജിൻസ് ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ. ദക്കർ പുരുഷനും ഉൻസ സ്ത്രീയുമാണ്. ഉൻസയിൽ ടിക്ക് ചെയ്യാം. താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത്, ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കാം. റഖമുൽ ഹാത്തിഫ് ഫോൺ നമ്പർ, കുറച്ച് നമ്പറുകൾ ഇവിടെ എഴുതാം. അൽ ഉൻവാനു ദായിം പെർമനൻറ്റ് അഡ്രസ്. ഉൻവാൻ മീൻസ് അഡ്രസ്, അദായിം പെർമനൻറ്റ്. തൽക്കാലം ഏതെങ്കിലും രണ്ട് നാട്ടിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുത്താൽ മതി. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, അങ്ങനെ ഏതെങ്കിലും എഴുതാം. അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ ID shamima@gmail.com എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഉഖിറു ബി അന്നൽ ബയാനാത്തിൽ വാരിദത അലാഹു സഹീഹത്തുൻ. ഉഖിറു ബി അന്നൽ ബയാനാത്ത്, ഐ അഗ്രി ദാറ്റ് ദ ഇൻഫർമേഷൻസ് അൽ വാരിദത അലാഹ എബോവ് മെൻഷൻഡ് സഹീഹത്തുൻ ആർ ട്രൂ. മേലെ വിവരിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അൽ മക്കാൻ പ്ലേസ്, ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതാം. അത്താരീഖ് ഡേറ്റ്, ഇവിടെ ഒരു ഡേറ്റ് എഴുതാം. തൗഖീഉൽ മുഖദ്ദിം, മുഖദ്ദിമിൻ്റെ ഒപ്പ്, അതായത് അപേക്ഷ സമർപ്പിക്കുന്നയാളുടെ ഒപ്പ് ഇവിടെ ഇടാം. നാലാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഹിവാറ, സംഭാഷണം പൂരിപ്പിക്കാം.
സാറ സാബു, സാബു സന്ദർശിച്ചു മസ്റഅത്ത് ദജാജത്ത് ഫി ഖറിയത്തിഹി, തൻ്റെ ഗ്രാമത്തിലുള്ള കോഴി ഫാം. വതകല്ലമ മഅ സ്വാഹിബിഹി, അതിൻ്റെ സ്വാഹിബുമായിട്ട് ഓണർ ഉടമയുമായിട്ട് അവൻ സംസാരിച്ചു. അനി സിറാഅത്തി, കൃഷിയെക്കുറിച്ച്, അതായത് കോഴി വളർത്തലിനെ കുറിച്ച് സംസാരിച്ചു. നുക്കുമിലുൽ ഹിവാറ, ആ ഹിവാർ നമുക്ക് പൂർത്തിയാക്കാം. സാബു സബാഹുൽ ഖൈർ, സാഹിബുൽ മസ്റഅത്തി, മസ്റഅത്തിൻ്റെ ഓണർ. സബാഹുൻ നൂർ, മർഹബൻ, അഹ്ലൻ വസഹലൻ, സ്വാഗതം. സാബു കം ദജാജത്തൻ ഫി ഹാദിഹിൽ മസ്റഅ, ഈ മസ്റഅത്തിൽ എത്ര കോഴികളുണ്ട്? സാഹിബുൽ മസ്റഅത്ത് മിഅത്തു ദജാജത്തിൻ എന്നെഴുതാം, 100 കോഴികൾ. സാബു ഡാഷ്, സാബു എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാകാൻ സാഹിബുൽ മസ്റഅത്ത് നൽകുന്ന മറുപടി നോക്കിയാൽ മതി. അഹ്സുലു അല മിഅത്തി ബീളത്തിൻ യൗമിയൻ തഖരീബൻ, ഡെയിലി ഏകദേശം 100 മുട്ട എനിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര മുട്ട കിട്ടാറുണ്ട് എന്നതാണ് ചോദ്യം. അതെങ്ങനെ ചോദിക്കാം? കം ബീളത്തൻ തഹസുലു അലൈഹ യൗമിയൻ, ദിനേനെ താങ്കൾക്ക് എത്ര മുട്ടകൾ കിട്ടും? സാബു ഡാഷ്, ഇവിടെ സാബുവിൻ്റെ ചോദ്യം മനസ്സിലാക്കാൻ താഴെയുള്ള ഉത്തരം നോക്കുക. തഅക്കുലു ദജാജത്തു, കോഴികൾ തിന്നും അൽ അറുസ, അരിയും വൽ ബുദൂറ, വിത്തുകളും ധാന്യങ്ങളും ഒക്കെ തിന്നും. അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? കോഴികൾ എന്താണ് തിന്നുക? അതെങ്ങനെ ചോദിക്കും? മാതാ തഅക്കുലു ദജാജത്തു, കോഴികൾ എന്ത് കഴിക്കും? അടുത്തത് മിൻ ഐന തസ്തരിൽ മഅകുലാത്ത്, തീറ്റകൾ താങ്കൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റകൾ. ഉത്തരമായിട്ട് എന്തെഴുതാം? മിനസൂഖി, മാർക്കറ്റിൽ നിന്നും എന്നെഴുതാം. സാബു ശുക്രൻ, താങ്ക്സ്, മഅസ്സലാമ, ഫി അമാനില്ല, ബൈ, സി യു. നുക്മിലുൽ മൻളൂമ, നമുക്ക് കവിത പൂരിപ്പിക്കാം. 2 വരിയുള്ള 3 കവിതകളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ കവിത പൂർണ്ണമായും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കവിതയും മൂന്നാമത്തെ കവിതയും നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെയുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അഹ്മർ ചുവപ്പ്, സുബ്ഹൻ രാവിലെ, ഷാത്തുൻ ആട്, ദീക്കുൻ കോഴി, അൽ ഔറാഖ് ഇലകൾ, അസ്വദ് കറുപ്പ്. ഈ വാക്കുകളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഇന്ധന തൊയ്റുൻ സൊഹൈറുൻ, ഇന്ധന ഞങ്ങളുടെ അടുക്കലുണ്ട്, തൊയ്റുൻ ഒരു പക്ഷി, സൊഹൈറുൻ ചെറിയ, ഞങ്ങളുടെ അടുക്കൽ ചെറിയൊരു പക്ഷിയുണ്ട്. അസ്ഫറുൽ ലൗനി മഞ്ഞ നിറത്തിലുള്ള, ജമീലുൻ ഭംഗിയുള്ള പക്ഷി. തൊയ്റുന തൊയ്റുൻ അലീഫുൻ, ഞങ്ങളുടെ പക്ഷി തൊയ്റുൻ അലീഫുൻ ഇണക്കമുള്ള ഒരു പക്ഷിയാണ്. യുൻഷിദു അത് പാടും, അൽ അൽഹാന ദൗമൻ, ദൗമൻ എപ്പോഴും, അൽ അൽഹാൻ ഈരടികൾ ഈണങ്ങൾ, അത് പാടും. ഇനി അതേപോലെ മറ്റുള്ള 2 കവിതകൾ നമുക്ക് പൂരിപ്പിക്കാം. ഇന്ധന ഡാഷ് സഗീറുൻ, ഇവിടെ നമുക്ക് ദീക്കുൻ എന്ന് വെക്കാം. ഇന്ധന ദീക്കുൻ സഗീറുൻ, ഞങ്ങളുടെ അടുക്കൽ ഒരു ചെറിയ കോഴിയുണ്ട്. അഹ്മർ എന്ന നിറം ഇവിടെ വെക്കാം. അഹ്മറുൽ ലൗനി ജമീലുൻ, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കോഴി. ഡാഷ് ഡാഷ് അലീഫുൻ, തൊയ്റുന തൊയ്റുൻ അലീഫുൻ എന്നാണ് മേലെയുള്ളത്. അതേ രൂപത്തിൽ ദീക്കുന ദീക്കുൻ അലീഫുൻ, ഞങ്ങളുടെ കോഴി ഇണക്കമുള്ള കോഴിയാണ്. എന്നിട്ട് കോഴി എന്ത് ചെയ്യും? യൂക്കിലു ഉണർത്തും, അൽ അഖ്വാമ ആളുകളെ, സുബ്ഹൻ രാവിലെ, രാവിലെ ആളുകളെ ഉണർത്തും. ഇനി അടുത്തത് ആടാണ് ബാക്കിയുള്ളത്. ഇന്ധന ഷാത്തുൻ സഗീറ, ഞങ്ങളുടെ അടുക്കൽ ചെറിയൊരു ആടുണ്ട്. അസ്വദുൽ ലൗനി ജമീല, അസ്വദാണ് ബാക്കിയുള്ള നിറം, കറുത്ത നിറത്തിലുള്ള ഭംഗിയുള്ള ആട്. ഷാത്തുന ഷാത്തുൻ അലീഫ, ഞങ്ങളുടെ ആട് ഇണക്കമുള്ള ആടാണ്. തഅക്കുലുൽ ഔറാഖ ദൗമൻ, എപ്പോഴും അത് ഇലകൾ തിന്നും. ഇനി നുലാഹിദുൽ അദദ ബൈനൽ ഖൗസൈനി വനക്തുബു ബിൽ ഹുറൂഫ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നമുക്ക് അക്ഷരത്തിൽ എഴുതാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു, അത് നോക്കിയിട്ട് വേണം നമുക്ക് പൂരിപ്പിക്കാൻ. അത് നോക്കണമെന്നില്ല, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദഹബ മൻസൂറുൻ, മൻസൂർ പോയി, ലി സിയാറത്തെ ഹദീഖത്തിൽ ഹയവാൻ, മൃഗശാല സന്ദർശിക്കാൻ. റഅ ഫിഹ, അവൻ അവിടെ കണ്ടു, അഹദ അഷറ ഖിർദൻ, 11 കുരങ്ങുകളെ. അഹദ അഷറ 11. വ ഡാഷ് ദീക്കൻ, എത്ര ദീക്കിനെ കണ്ടത്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു 13 എന്ന്. 13ന് സലാസത്ത അഷറ എന്ന് പറയും. ദീക്ക് മുദക്കറാണ്, അതുകൊണ്ട് 13 എന്ന് എഴുതുന്നതിലുള്ള സലാസത്തിനെ മുഅന്നസാക്കണം, അഷറിനെ മുദക്കറാക്കണം.
അഷറും ദീക്കും ഒരേപോലെ ആയിരിക്കും. ഇനി വ ഡാഷ് ഫറാശത്തൻ 16 16 പൂമ്പാറ്റകളെയും കണ്ടു. 16ന് സിത്താശറ. ഫറാശത്ത് മുഅന്നസ് ആയതുകൊണ്ട് ആദ്യത്തെ എണ്ണത്തിനെ മുദക്കറാക്കണം. അപ്പോൾ സിത്ത, രണ്ടാമത്തേതിനെ മുഅന്നസാക്കണം. സിത്ത അഷറത്ത ഫറാശത്തൻ. അഷറത്തും എണ്ണപ്പെടുന്ന വാക്കും മഅദൂദും ഒരേപോലെ ആയിരിക്കും. പിന്നെ വഡേഷ് ലബിയൻ 18 മാനുകളെ കണ്ടു. മാനാകുമ്പോൾ സമാനിയത്ത അഷറ ലബിയൻ, കാരണം ലബിയ് മുദക്കറാണ്, അതുകൊണ്ട് അഷറ മുദക്കർ സമാനിയത്ത് മുഅന്നസ്. വഡേഷ് ഹമാമത്തൻ 15 പ്രാവുകളെ. അപ്പോൾ വ ഹംസ അഷറത്ത ഹമാമത്തൻ 15 പ്രാവുകളെ കണ്ടു. വഡേഷ് സമക്കൻ 14. അർബഅത്ത അഷറ സമക്കൻ 14 മീനുകളെ കണ്ടു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. നന്നായി പരിശീലിച്ച് ഉത്തരം എഴുതുക. വിജയാശംസകൾ നേരുന്നു.